പൾസർ സുനി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ലോകം മൊത്തം മലയാളിയുടെ മുമ്പ് പ്രചരിപ്പിച്ച ഫോട്ടോ എന്റെ ഫോട്ടോയാണ്. ഞാനും ആ മനുഷ്യനും ഒന്നിച്ചുള്ള ഫോട്ടോയാണ്. പൾസർ സുനിക്കൊപ്പം ദിലീപ് എന്ന് പറഞ്ഞ വ്യാപകമായിട്ട് ഒരു പോലീസുകാരൻ പരിചയമുള്ള ഈ പാവത്തിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. എന്റെ അമ്മയാണ് സത്യം പറഞ്ഞത്. കണ്ടു ദിലീപ് കുറ്റക്കാരനാണ്. അവൻ എന്നോടൊന്ന് സൂചിപ്പിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം അവൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ട് കൂടിയില്ല. ആ നാദുഷ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നാ മതി. ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നീ വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് ദിലീപ് നാദുഷയോട് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്നാ മതി എന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയും. നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നലെ കോടതി ദിലീപിനെ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയക്കാർക്കാണ് ഇപ്പം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നത്. അതായത് ദിലീപിനെ പ്രതി ചേർക്കാത്തതിന്റെ പേരിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ പുറത്തു കടന്ന് കാണിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോടതി വിധിയെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് പല ആൾക്കാരും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കോടതിയിൽ ഒരിക്കലും ദിലീപിനെ വെറുതെ വിടത്തില്ല. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. കാര്യം കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിനിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ആർക്കായാലും അത് കിട്ടിയിരിക്കും. അതിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് തെളിവുകൾ എന്ന് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നാളെ ആരെ കൊന്നു കഴിഞ്ഞാലോ പീഡിപ്പിച്ച് കഴിഞ്ഞാലോ കോടതിക്ക് തെളിവുകളാണ് വേണ്ട. തെളിവുകളില്ലെങ്കിൽ അവരെ തീർച്ചയായിട്ടും കോടതി വെറുതെ വിടും. അതാണ് നമ്മുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നിയമത്തെ പുച്ഛിക്കുമല്ല, പക്ഷേ ചില കേസുകളിൽ നമുക്ക് തോന്നിപ്പോവും കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു വിധി, അപ്പം തെറ്റുകൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നൊക്കെ നമ്മുടെ ഉള്ളിലും പലതും തോന്നിപ്പോവും. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിലവിൽ ദിലീപിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളും പിന്നെ കുറേ വീഡിയോസുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട്. പണ്ടത്തെ വീഡിയോസ് ഉൾപ്പെടെ ഓരോന്നായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അർജുൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു പോസ്റ്റാണ്. പുള്ളിക്കാരൻ പരസ്യമായിട്ട് വന്ന് ദിലീപിൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചിരിക്കുവാണ്. എന്തായാലും നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ദിലീപിനോട് പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ എന്ന മാധ്യമ പ്രവർത്തകൻ, കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ ചുറ്റിപ്പറ്റി മാത്രം വാർത്ത കൊടുത്ത് കൊണ്ടിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ള കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകരെ വഞ്ചിച്ച് തങ്ങൾ തീരുമാനിച്ചയാളെ പ്രതിയാക്കാനുള്ള വാർത്തകൾ മെനയാൻ അഹോരാത്രം കഷ്ടപ്പെട്ടത് അന്വേഷണ സംഘത്തിലെ ബൈജു പൗലോസ് ഉൾപ്പെടെയുള്ള ചില പോലീസുകാരാണ്. അർജുനെ, ഇത് നിനക്ക് മാത്രമുള്ള സ്കൂപ്പാണ് എന്നും പറഞ്ഞ് പല ഫോണുകളിൽ നിന്നായി വിളിച്ചു തന്ന കഥകൾ സത്യമാണെന്ന് വിശ്വസിച്ച് വാർത്തയായി കൊടുത്തിട്ടുണ്ട്. ഇതേ ഗതികേട് കൊച്ചിയിലെ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ പല കഥകളും വ്യാജമാണെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുമുള്ളതാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് നിയമപരമായി മുന്നോട്ട് പോയാൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ നൽകാൻ തയ്യാറാണ്. പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അർജുൻ സി വനജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ അഖിൽമാരാറൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അഖിൽമാരാറിൻ്റെ ഫേസ്ബുക്കിൽ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പം അർജുൻ ആ ഒരു അഖിൽമാരാർ ഇട്ട ഒരു കമൻറ്റിന് ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കാര്യം ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയമാണ്, എന്തുകൊണ്ട് ഈ പറയുന്ന പൾസർ സുനി ഇങ്ങനെ ഒരു സംഭവം പോയി ചെയ്തു. പൾസർ സുനിക്ക് പെട്ടെന്ന് രാവിലെ ഉറക്കം എണ്ണീറ്റപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് തോന്നി, അങ്ങനെ പെട്ടെന്ന് പോയതാണോ എന്നൊക്കെയുള്ള രീതിയിൽ കുറേ പേര് കളിയാക്കുന്നുണ്ട്. കാര്യം ഞാനും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് കോടതി ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാത്തത്. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത ഒരു കമൻറ്റാണ് ഈ പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത്. പൾസർ സുനിയും സംഘവും നേരത്തെ പല സിനിമാ താരങ്ങളെയും നഗ്നചിത്രങ്ങൾ എടുക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു നടിയിൽ നിന്ന് അവർ നഗ്നചിത്രം എടുത്ത് 5 ലക്ഷം രൂപ തട്ടിയിട്ടുണ്ട്. നടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ എടുത്തുകൊണ്ട് അവരെ കെട്ടാൻ പോകുന്ന കന്നഡ നിർമ്മാതാവിൽ നിന്ന് പണം തട്ടുക മാത്രമായിരുന്നു പൾസർ സുനിയുടെയും സംഘത്തിൻ്റെയും ടാർഗറ്റ്. പിന്നീട് മഞ്ജുവും അതിജീവിതയും ചേർന്ന് കളിച്ച കളിയാണ് ദിലീപിനെ കുടുക്കുക. കേട്ടല്ലോ, ഇത് പരസ്യമായിട്ട് വന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുവാണ്. വേണമെങ്കിൽ ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഉൾപ്പെടെ ഈ പറയുന്ന വ്യക്തിക്കെതിരെ കേസെടുക്കാം, അത് വേറൊരു സത്യം. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 8 വർഷത്തോളം ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരാളുടെ ഫീലിങ്സ് മാത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന ഫീലിങ്സും സങ്കടവും അയാളുടെ കരിയറും കാര്യങ്ങളും ഒന്നുമില്ലേ? അതിനെ പറ്റിയിട്ട് ഒരു മനുഷ്യർക്കും ചിന്തിക്കേണ്ട. ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ദിലീപ് നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയണത്. ഇവിടെ ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ആ ഒരു നടിക്ക് നീതി മേടിച്ച് കൊടുക്കണ്ട എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിയുടെ ഒപ്പം തന്നെയാണ് ഈ പറയുന്ന കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും നിന്നിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ആ ഒരു പെൺകുട്ടിയെ എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, കോടതിയുടെ മുന്നിൽ 6 പ്രതികളും കുറ്റം ചെയ്ത ആൾക്കാരാണ് അല്ലേ, അവരെ വെറുതെ വിട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് മാക്സിമം ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി കൊടുക്കും. നിലവിൽ അതിൻ്റെ ആ ഒരു വിധി പുറത്തു വന്നിട്ടില്ല. പക്ഷേ വിധി വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ ശിക്ഷകളായിരിക്കും കൊടുക്കുന്നതെന്ന്.
പക്ഷെ അതിനെ പറ്റിയിട്ട് ഒരു മനുഷ്യർക്കും പറയുന്നില്ല. ഇവിടെ 6 പ്രതികളെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല, ദിലീപിനെ എത്രയും പെട്ടെന്ന് അങ്ങ് അകത്താക്കണം, ആ ഒരു ചിന്തയാണ് പല ആൾക്കാർക്കും ഉള്ളത്. എന്തായാലും നമുക്ക് ദിലീപിന് കേസ് കൊടുക്കാൻ പോകുന്ന ഒരു വാർത്തയൊന്ന് കേൾക്കാം. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ദിലീപ് നിയമ നടപടിക്കൊരുങ്ങുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നുമാണ് ദിലീപിന്റെ ആരോപണം. തന്നെയും കുടുംബത്തെയും സാമൂഹ്യമായി ഒറ്റപ്പെടുത്താൻ ശ്രമം നടന്നു. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്നും ദിലീപ് ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഓക്കെ, ഇതാണ് വാർത്ത. എന്തായാലും ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുവാണ്. ഇത് ഹിന്ദു എന്ന് പറയുന്ന ഒരു ചാനലിൽ പുള്ളിക്കാരൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്തായാലും വളരെ നല്ല കാര്യം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയൊക്കെ പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന്റെ കരിയർ നശിപ്പിക്കാവുന്നതിന്റെ മാക്സിമം നശിപ്പിച്ച് ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഈ ഒരു 8 വർഷം ആ ഒരു മനുഷ്യനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു വ്യക്തി നിരപരാധിയാണെങ്കിൽ ഈ ഒരു മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്തായാലും നമുക്കിനി കുറച്ച് നാളുകൾക്ക് മുന്നേ അഖിൽ മാരാർ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കേരള പോലീസിന്റെ കണക്ക് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഒരു പോലീസ് ഇന്ത്യയിൽ വേറെ ഇല്ല. അവർ വിചാരിച്ചാൽ അവർക്ക് ഏത് രീതിയിൽ ഒരു കേസിനെ വളച്ചൊടിക്കാൻ പറ്റും. എന്നോട് നാദുഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ദിലീപുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യണം, നിങ്ങളെ പ്രതിയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ അവൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്തെങ്കിലും ഒരു കയ്യബദ്ധം അവന്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ എന്നോടൊന്ന് സൂചിപ്പിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം അവൻ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ട് കൂടിയില്ല. നാദുഷ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നാൽ മതി. ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നീ വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് ദിലീപ് നാദർഷയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇത് എഴുതി ചേർക്കുകയും കോടതിയിൽ വെച്ചിട്ട് നാദർഷ ജഡ്ജിയോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇയാൾ കള്ളത്തരം എഴുതി ചേർക്കാം. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ? അപ്പൊ അവരുടെ ആ ഒത്തുകൂടൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയല്ല തകർക്കേണ്ടത്. ദിലീപ് എന്ന് പറയുന്ന സിനിമ, ദിലീപ് എന്ന് പറയുന്ന നിർമ്മാതാവിനെ, ദിലീപ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ. ഈ ഒരു ഇന്റർവ്യൂ കുറച്ച് നാളുകൾക്ക് മുന്നേ അഖിൽ മാരാർ കൊടുത്തതാണ്. ഇതിനകത്ത് പുള്ളി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടില്ല. അതായത് നാദർഷയെ അടുത്ത് പോലീസുകാർ വിളിച്ച സമയത്ത് നാദർഷ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അങ്ങനെ ഒരു അബദ്ധം അവന് പറ്റിയിട്ടുണ്ടെങ്കിൽ അവനത് എന്നോട് പറയും. പക്ഷേ ഇവിടെ അവൻ അങ്ങനെ ഒരു കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞത്ര ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ മതി, അവൻ അബദ്ധം പറ്റി പോയി എന്നുള്ള രീതിയിൽ. അപ്പം ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന രീതിയിൽ കുറച്ച് മുന്നേ നമ്മൾ വായിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ FB-യിൽ. ആ പുള്ളി അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഏതെങ്കിലും പോലീസുകാരൊക്കെ ഇതിന്റെ പിന്നിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അർഹിച്ച ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം. കാര്യം ഇവിടെ ഒരാളുടെ ലൈഫാണ് സ്പോയിൽ ചെയ്തിരിക്കുന്നത്, അല്ലേ? ശരിക്കും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിരപരാധി ആണെങ്കിലുള്ളൊരു സൈഡാണ് ഞാൻ ഈ പറയണത്. കുറ്റക്കാരനാണെങ്കിൽ പൈസ കൊടുത്ത് ഈ പറയുന്ന രീതി എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പം അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവം എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലിരിക്കുന്നതാണ്. കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കാനേ പറ്റത്തുള്ളൂ, അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതികൾക്ക് തെളിവാണ് വേണ്ടത്. തെളിവില്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഇനി എത്ര അപ്പീലിന് പോയിട്ടും വലിയ പ്രയോജനമില്ല, അത് വാസ്തവമാണ്. അപ്പം ദിലീപ് എന്ന് പറയുന്ന ഒരാൾ നിരപരാധിയാണെങ്കിലുള്ളൊരു സൈഡാണ് ഞാൻ ഇവിടെ പറയണത്. എന്തായാലും ഇനി അഖിൽ മാരാർ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്ത് ഈ ഒരു വിധിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ രണ്ടെന്ന് പറയുന്നത് ഈ ഒരു വിധി ഒരു സെഷൻസ് കോർട്ട് ജഡ്ജാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പ്രമാദമായ ഇത്രയും വിവാദമായ ഒരു കേസിൽ ഇങ്ങനൊരു വിധി ഞാൻ പറയണോ, അതോ ഹൈക്കോടതിയിലേക്ക് ഇയാളെ ശിക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഇയാൾ കുറ്റവിമുക്തനാകട്ടെ, അങ്ങനെ പലവിധ ചിന്തകൾ ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എത്തും. അപ്പം ഈ ഒരു ജഡ്ജി എന്തുകൊണ്ട് ഇങ്ങനൊരു വിധി പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും പൾസർ സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്യത്തക്ക ഒരു തെളിവിന്റെ ഒരു തരി പോലും തന്റെ മുന്നിൽ എത്തിയിട്ടില്ല. ഇപ്പം ചാനൽ ചർച്ചയിൽ നിന്ന് സംസാരിച്ച ദിലീപ് പ്രതിയാവില്ല. അത് വളരെ പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? സെക്ഷൻ കോടതിക്ക് വേണമെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കാമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. നേരെ മറിച്ച് ദിലീപിനെ വെറുതെ വിട്ടതാണ്. കാര്യം അവരുടെ മുന്നിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചെറിയ എന്തെങ്കിലും ഒരു തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിനെ ശിക്ഷിച്ചാനേ. പക്ഷേ സെക്ഷൻ കോടതി ഇന്ന് ഡയറക്റ്റ് വിധിയാണ് വന്നത്, ഇവിടെ ഈ പറയുന്ന വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല എന്ന്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ, ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന്. കാര്യം ഹൈക്കോടതിയും സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി തെളിവുകൾ വെച്ചിട്ടുള്ള കളികളാണ്. തെളിവുകളില്ലാത്ത പക്ഷം അവിടെ അങ്ങ് ചെന്ന് നമ്മൾ അപ്പീൽ കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയാറില്ല. കാര്യം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പീലിന് പോയി കഴിഞ്ഞാൽ ദിലീപിന് ശിക്ഷ മേടിച്ച് കൊടുക്കുമെന്നൊക്കെ. പക്ഷെ തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ ആൾക്കാർ വന്ന് അവൾക്കൊപ്പം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആരും വന്ന് ഒരു വീഡിയോ പോലും ഇട്ടൊരു പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും വന്ന് ഫേസ്ബുക്കിൽ ഭയങ്കര രീതിയിൽ അവൾക്കൊപ്പം എന്നും പറഞ്ഞ് പോസ്റ്റ് ഇടും. അല്ലാതെ എന്തുവാ വന്നിരുന്ന് പ്രതികരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇവർക്കൊന്നും പറയാനായിട്ട് വേറെ മറുപടിയില്ല, അതാണ് വാസ്തവം. കാര്യം സെക്ഷൻ കോടതി ഇങ്ങനെ ഒരു വിധി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി. ആ കുറ്റവാളിയാണെന്ന് ആരോപിക്കപ്പെട്ട വ്യക്തിക്കെതിരെ ഒരു തേങ്ങയുമില്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ.
ഞാനും അതിജീവിതയ്ക്കൊപ്പമാണ്. അത് ചെയ്ത അവരെ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കട്ടെ. ഇത് അവര് തമ്മിൽ എന്തെങ്കിലും പിണക്കോട്ടെന്ന് പറഞ്ഞിട്ട് ഇയാളാണ് ചെയ്തത് നിങ്ങളുടെ വരുത്തി വെച്ചിട്ട് പുള്ളിയുടെ 8 വർഷമാണ് ജീവിതം കളഞ്ഞത്. അവർക്കൊപ്പമാണ് ഞാൻ. അവരെ ചെയ്തവരെ ശിക്ഷിക്കണം. കോടതിയെ എന്ത് ശിക്ഷ വിധിച്ചാലും അതിന് സപ്പോർട്ടാണ്. തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കാൻ എന്തിനാ? ഈ പറയുന്ന നടിക്കൊപ്പമാണ് സകലമാന ആൾക്കാരും. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അതിജീവിതയുടെ കൂടെ നിൽക്കുന്നില്ല എന്ന്. പക്ഷേ നേരെ മറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ പിണക്കത്തിൻ്റെ പേരിൽ ഇത് കംപ്ലീറ്റും ചെയ്തത് ദിലീപാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് അത്ര ശരിയുള്ള ഒരു ഏർപ്പാടല്ല. അതാണ് ഇവിടെ ഈ പുള്ളിയും പറഞ്ഞത്. ഇനി ഈ പുള്ളി വേറൊരു കാര്യം പറയുന്നുണ്ട്. ദിലീപിനെ ജയിലിൽ പോയി കണ്ട സമയത്ത് അവിടെ ഒരു പോലീസുകാരൻ ഈ പറയുന്ന സുധീറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഒരു പോലീസുകാരൻ പരിചയമുള്ള ഈ പാവത്തിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. എന്റെ അമ്മയാണ് സത്യം പറഞ്ഞത്. കണ്ടു ദിലീപ് കുറ്റക്കാരനാണെന്ന് കണ്ടു. അത് ബോധപൂർവ്വം അത് പുള്ളി പ്രതിയാണെന്ന് കോടതി വിധിക്കുമ്പോൾ നമ്മൾ ജനങ്ങൾ ഒരു പറ്റൻ എല്ലാരും അല്ല കേട്ടോ. അതെ തീർച്ചയായിട്ടും എല്ലാരും അല്ല. ഇതിനെപ്പറ്റി ഞാൻ ജയിലിൽ അദ്ദേഹത്തെ കാണാൻ നിന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു പോലീസുകാരൻ പരിചയമുള്ള ഈ പാവത്തിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. എന്റെ അമ്മയാണ് സത്യം പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലവിൽ പുറത്തു വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവുകയാണ്, ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പം നിലവിൽ ഈ ഒരു നിമിഷം വരെയും ഇതിനൊന്നും ഒരു ക്ലാരിറ്റിയും വന്നിട്ടില്ല. എല്ലാവരും പറയുന്നത് ദിലീപ് കാശ് വാരി എറിഞ്ഞ് പുറത്ത് വന്നതാണ്, അല്ലാതെ ഒരു കാരണവശാലും ദിലീപ് രക്ഷപ്പെടത്തില്ല എന്ന്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു സത്യം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. രണ്ട് സൈഡും കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ. എന്തായാലും ഇതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പുറത്ത് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാലേ കുറച്ചുകൂടെ ക്ലാരിറ്റി വരത്തുള്ളൂ. ഈ ഒരു സംഭവത്തിൽ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ്റെ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ ആദ്യമേ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ മഞ്ജു വാര്യരും സംവിധായകൻ ശ്രീകുമാർ മേനോനും അടക്കമുള്ളവർ ചേർന്ന് ചതിച്ചതാണെന്ന് പ്രതികളിലൊരാളായ മാർട്ടിൻ ആരോപിച്ചു. പ്രതിഫലമായി മഞ്ജു വാര്യർക്ക് മുംബൈയിൽ ഫ്ളാറ്റ് കിട്ടിയെന്നാണ് മാർട്ടിന്റെ ആരോപണം. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും കൂടി ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഒരുക്കി കെണിയത്. പ്രതിഫലമായിട്ട് മഞ്ജു വാര്യർക്ക് ബോംബെയിൽ ഫ്ലാറ്റ്. മഞ്ജു വാര്യറും രമ്യ നമ്പീശനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. മഞ്ജു വാര്യർക്ക് അങ്ങാണ്ട് മുംബൈയിൽ അങ്ങാണ്ട് ഒരു ഫ്ലാറ്റ് അങ്ങാണ്ടാണ് ഓഫർ ചെയ്തത് എന്നുള്ള രീതിയിലാണ് മാർട്ടിൻ എന്ന് പറയുന്നത്. ഇനി മാർട്ടിൻ്റെ വേറൊരു വീഡിയോ ഞാനിവിടെ കാണിക്കാം. ക്രിയേഷന്റെ ബാനറിൽ ഹണിബി 2.5 2 ഷൂട്ട് ചെയ്യുമ്പോൾ പൾസർ സുനിയാർന്ന നടിയുടെ ഡ്രൈവർ അവിടെ വെച്ച് പ്രൊഡ്യൂസർ അനൂപും ജീൻ പോളും ഇവര് തമ്മിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള വീഡിയോസ് ഒക്കെയാണ് ഇന്ന് ഈ കേസിൽ ഉള്ളതെന്ന് പറയുന്നത്. പൾസർ സുനിയുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് നടന്ന വീഡിയോസ് ആണ് ഉള്ളത്. അല്ലാതെ അന്നത്തെ സംഭവ വണ്ടിയിൽ അങ്ങനെ ഒരു എന്താ പറയാ ഒരു റേപ്പ് നടന്നിട്ടില്ല. അതിന്റെ വെറുതെ ടെമ്പോ ട്രാവലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ഇവര് സൃഷ്ടിച്ചതാണ്. അല്ലാതെ സത്യസന്ധമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ ദൃക്സാക്ഷി ഞാനാണ്. അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്നാണ് പറയണത്. ശരിക്കും യുവമാരുടെ വാക്കൊന്നും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ യുവമാരുടെ വാക്ക് മാത്രം വിശ്വസിക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരുണ്ട് അല്ലേ. എക്സാമ്പിൾ പൾസർ സുനി എന്ന് പറയുന്ന ഒരു ക്രിമിനലെ പിടിച്ചിരുത്തിയിട്ട് റിപ്പോർട്ടർ TV കാണിച്ചു കൂട്ടിയ പരിപാടി എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അത് കാണുന്ന ഏത് കൊച്ചു പിള്ളേർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും മനഃപൂർവ്വം പ്ലാൻ ചെയ്തൊരു സാധനമാണെന്ന്. ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൊട്ടായരുൺ സ്വന്തമായിട്ടൊക്കെ ഊക്ക് മേടിക്കുന്നത്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. മടങ്ങി വരാം. ഒരു മെസ്സേജ് ഞാൻ വായിക്കാം. എങ്ങനെയാണ് ഈ ദിലീപിന്റെ PR സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ കോടതി തീരുമാനിക്കുന്നത് വിധി. അത് നീയല്ല തീരുമാനിക്കേണ്ടത് പരമൊട്ടെ. കോടതി തീരുമാനിക്കുന്നതാണ് വിധി, നീയല്ല തീരുമാനിക്കുന്നത് പരമൊട്ടെ എന്ന് പറഞ്ഞ് ഒരു ഐഡിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ PR ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരാണ്. ഇയാൾ സ്വന്തമായിട്ട് ഊക്ക് മേടിക്കുവാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, ദിലീപിൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ് അയാളുടെ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ ഡ്രോൺ പറത്തിക്കൊണ്ട് പോയിട്ട് കാണിക്കുന്ന തോന്നിവാസം ഉണ്ടല്ലേ, അതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ദിലീപിന് വേണമെങ്കിൽ കേസ് കൊടുക്കാൻ ഇവരുടെ പേരിൽ. കാര്യം മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തോന്നിവാസമല്ല. ഡ്രോൺ പറപ്പിച്ചിട്ട് അയാളുടെ വീട്ടിനകത്ത് എന്ത് കിടക്കുന്നു, അടുക്കളയിൽ എന്ത് കിടക്കുന്നു, ബാത്റൂമിൽ എന്ത് കിടക്കുന്നു ഇവിടുന്ന് പബ്ലിക്കിൽ എടുത്ത് വെച്ച് കാണിക്കലല്ല അതിൻ്റെ ഒരു മര്യാദ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാര്യം ഇപ്പോഴത്തെ ഒരു കാര്യം അനുസരിച്ച് ഡ്രോൺ പറപ്പിക്കണമെങ്കിൽ പോലും നമ്മൾ പോലീസിൽ നിന്ന് പെർമിഷനൊക്കെ മേടിക്കണം. അങ്ങനെ വെറുതെ നമുക്ക് പറപ്പിക്കാൻ പറ്റത്തില്ല. ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലോട്ടൊക്കെ ചെന്ന് ഇടിച്ച് കയറുക എന്ന് പറയുന്നത് എത്രത്തോളം തോന്നിവാസമാണ്. ഇതിനൊന്നും ഒരു മനുഷ്യർക്കും ഒന്നും സംസാരിക്കാനില്ലേ? ഇനി വേറൊരു വ്യക്തി ഉണ്ടല്ലോ, ഈ പൾസർ സുനിയയുടെ അടുത്ത് പോയിട്ട് ഒളിക്യാമറ വെച്ചിട്ട് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ കാണിച്ച ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. കോടതി പരിസരത്ത് വെച്ച് അയാളെ നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞിട്ട് അയാളെ കിടന്ന് തെറി വിളിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങളെ കാണിപ്പിക്കാം. ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്, ഒരു മാറ്റമില്ല. പീഡിപ്പിക്കപ്പെട്ട ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒപ്പമാണ് ഞങ്ങളെന്ന് ഈ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. എന്നാൽ ഇയാളാണ് പൾസർ സുനി എന്ന് പറയുന്ന ഭൂലോക തരികിടയായിട്ടുള്ള അവൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നമ്മളെല്ലാവരും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നോക്കിയത്. അതായത് റിപ്പോർട്ടർ TV കാണിച്ചു കൂട്ടിയ ഒരു നാടകം.
എന്നിട്ട് ഇപ്പം പറയുന്നത് ഞങ്ങൾ നടിക്കൊപ്പമാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടിക്കൊപ്പം അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും പ്രതി ചേർക്കണം. പൾസർ സുനിയൊക്കെ കോടതി വെറുതെ വിട്ടോട്ട്, നിങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമല്ല. ദിലീപിനെ എങ്ങനെയെങ്കിലും അകത്താക്കണം. ആ പരിപാടിയാണ് നിങ്ങളെല്ലാവരും കാട്ടിക്കൂട്ടുന്നത്. അതാണ് നമ്മുടെ നാട്ടിലുള്ള കുറെ മാധ്യമ പ്രവർത്തകർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്നും അങ്ങനെ തന്നെയാണ്. ആ നിലപാട് ഒരു മാറ്റവുമില്ല. അത് വൈടുക ആ നിലപാട് കാണിച്ചേ അവന്മാര് വൈടുക അവന്മാര് നമ്മൾ ഒരു മാറ്റവുമില്ല ഇതിനകത്ത്. നിങ്ങൾ പോയിക്കോ. ഞങ്ങൾ കൃത്യമായി ന്യായത്തിന്റെ ഒപ്പം നിന്നോളൂ. ഇനിയും നിന്നോളൂ. ന്യായത്തിന്റെ ഒപ്പം ഇനിയും നിൽക്കും. ന്യായത്തിന്റെ ഒപ്പം നിൽക്കും. ഞങ്ങൾ ഇനിയും ഇതേപോലെ തന്നെ ചെയ്യും. നീതിക്കൊപ്പം നിൽക്കും. നിങ്ങളെ മുന്നിൽ പറയേണ്ട ആവശ്യമില്ല. നീതിക്കൊപ്പം ഞങ്ങൾ നിൽക്കും. നീതിക്കൊപ്പം നിൽക്കും. ഇനിയും അവൾക്കൊപ്പമാണ്. ഒരു മാറ്റമില്ല. ഇനിയും അവൾക്കൊപ്പമാണ്. ആവർത്തിച്ച് പറയുന്നുണ്ട് അവൾക്കൊപ്പമാണെന്ന്. ചുമ്മാതെ വെറുതെ ദിലീപിന്റെ പേരും വെച്ചിട്ട് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തരികിട പരിപാടിയാണ് ഈ കാണിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന നടിയോടെ ഉള്ള ഒരു ആത്മാർത്ഥത ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ആൾക്കാർക്കുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ ഈ ഒരു പെൺകുട്ടിയുടെ മെന്റൽ ട്രോമ എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ മേ ബി വന്ന് പ്രതികരിക്കുന്നതിനകത്ത് ന്യായമുണ്ടെന്ന് പറയാം. പക്ഷേ ഈ മീഡിയക്കാർ വന്ന് ഈ പ്രതികരിക്കുന്നതിനകത്തോട്ടൊന്നും എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സിനിമാക്കാരുടെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആസിഫ് അലി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്തും അതിജീവിതരോടൊപ്പം തന്നെയാണ്. തീർച്ചയായും പിന്തുണയുണ്ട്. ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. ആരോപിതനായ കോടതി വിധിയെ മാനിക്കുന്നു. പക്ഷെ എന്നും പറഞ്ഞ് കോടതി വിധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ വന്ന് സംസാരിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. അതാണ് ഒരു മാന്യത. കാര്യം കോടതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ സംസാരിക്കുന്ന ആൾക്കാർക്ക് തന്നെയായിരിക്കും പണി കിട്ടുന്നത്. കോടതി വിധിയെ വരെ വെറും പുച്ഛിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് പല മീഡിയക്കാരും ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്. ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല. എൻ്റെ സഹപ്രവർത്തകയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല. എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നയായി പോകും. കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കമന്റ് പറയുന്നത് ശരിയല്ല. അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്തായാലും ഇനിയിപ്പം ഹയർ അപ്പീലിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ വിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയെ അറിയാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി കോടതി വളപ്പിനകത്ത് തന്നെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ദിലീപിൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. ആ അഡ്വക്കേറ്റ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീപക്ഷത്ത് മാത്രം നിന്ന് വാദിച്ചാൽ ശരിയാവും. പ്രതികൾക്ക് അവകാശങ്ങളില്ലേ? അവകാശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഈ 8 വർഷവും ദിലീപ് അനുഭവിച്ച വേദന എന്റെ ക്ലാസ്മേറ്റ് ആണ്. എനിക്കറിയാം കറക്റ്റായിട്ട്. അവന് ദിലീപിന് കറക്റ്റായിട്ട് എനിക്കറിയാം. ഇങ്ങനത്തെ ആളല്ല. ആ 8 വർഷം ആ ഒരു മനുഷ്യൻ അനുഭവിച്ചതിനെ പറ്റിയിട്ട് ആരും ഇവിടെ ചിന്തിക്കുന്നില്ല. ദിലീപിനൊരു ലൈഫ് ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ദിലീപിൻ്റെ ക്ലാസ്മേറ്റ് ആണ്, പുള്ളിക്കാരൻ ഒരു അഡ്വക്കേറ്റ് ആണ്. ദിലീപിൻ്റെ ഈ ഒരു കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ദിലീപിൻ്റെ സൈഡും കൂടി മനസ്സിലാക്കിയിട്ട് പല ആൾക്കാരും വന്നിരുന്നിട്ട് പ്രതികരണമൊക്കെ നടത്താൻ നോക്കിക്കും. നാളെ ഒരു കാലത്ത് നിങ്ങൾ അപ്പീലിന് പോയിട്ടും ദിലീപിനെ വെറുതെ വിട്ട് കഴിഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും നിൽക്കാൻ പോകുന്നില്ല. മാധ്യമങ്ങളൊക്കെ ഞങ്ങൾക്ക് 100% വിശ്വാസമില്ല. കള്ളത്തരങ്ങൾ മാത്രം പറയുന്നവരാണ്. ഈ 8 വർഷം കൊണ്ട് ദിലീപിന്റെ കരിയർ ഭയങ്കരമായിട്ട് നശിച്ച പോലെ തോന്നുന്നുണ്ട്. ആര് പറഞ്ഞു? കുറെ അവസരങ്ങൾ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു. എല്ലാ മാധ്യമങ്ങളെയും കുറ്റം പറയാൻ പറ്റുമോ? എല്ലാ മാധ്യമങ്ങളും നിങ്ങൾക്ക് റേറ്റിംഗ് ആയിരിക്കും പ്രധാനം. ഒരു മനുഷ്യന്റെ എന്താ പറയുക ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും കളിച്ചത്. പക്ഷെ ഇന്ന് കോടതി തിരിച്ചറിഞ്ഞ് സത്യം ചെയ്യിച്ചു. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇനി ഈ ഒരു വിധിയെ കംപ്ലീറ്റ്ലി എതിർക്കുന്ന ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉണ്ട്. അതായത് ആ ഒരു ജഡ്ജി ഒരു സ്ത്രീ ആയിട്ട് പോലും എന്തിന് ഈ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന രീതിയിൽ ഭയങ്കര രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു വനിതാ അഡ്വക്കേറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരത്തി കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഭയങ്കര വൈകാരികമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ? നിങ്ങൾക്കും പല വിഷയത്തിലും പ്രതികരിക്കാമായിരുന്നു കോടതിയിൽ.
അല്ലെങ്കിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് വിധിയും വന്നു കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെ വന്നിരുന്ന് പ്രതികരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വീഡിയോ ഇവിടെ കാണിക്കാം. പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ ഭരണഘടന പറഞ്ഞ അനുസരിച്ചല്ല സ്ത്രീകൾക്ക് ഇന്ന് സമൂഹത്തിൽ സ്ഥാനമുള്ളത്. അതായത് മെയിൽ ഡോമിനേറ്റിംഗ് സൊസൈറ്റിയാണ് നമ്മളുടെ. അപ്പം ഭരണഘടന ഉറപ്പുവരുത്താത്ത ജുഡീഷ്യറിയിൽ പോലും നമുക്കത് വെല്ലുവിളികളായിട്ട് വരുമ്പോൾ ഈക്വൽ റെസ്പോൺസിബിൾ ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഈ പ്രതിയെ പോലെ തന്നെ അക്വിറ്റഡ് ആയിട്ടുള്ള പ്രതിയെ പോലെ തന്നെ തുല്യ പങ്കാളിത്തത്തോടെ നിൽക്കാനുള്ള അവകാശവും എല്ലാം ഉള്ള ഒരു സ്ത്രീയാണ് പീഡിപ്പിക്കപ്പെട്ടത്. അത് എങ്ങനെയാണ്? കൊട്ടേഷൻ കൊടുത്താണ് പീഡിപ്പിക്കപ്പെട്ടത്. കൊട്ടേഷൻ കൊടുത്ത് കൊലപാതകമല്ല, കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കപ്പെട്ടതാണ്. പ്രതിക്കൂട്ടിൽ കയറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ തന്നെ കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി. അവരെങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്തു എന്നുള്ളത്. അപ്പം നമുക്ക് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം, വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ്. അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന മെന്റൽ ട്രോമയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. അവരെ ആര് സംരക്ഷിക്കപ്പെടും? ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമ ഉണ്ടാവാം. അവർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകർ കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാം. ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇങ്ങനെ ഒരു വിധി ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്ത്രീകൾക്ക് നീതി കിട്ടും. കാരണം ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വന്ന് പ്രതികരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കോടതിയുടെ പുറത്ത് വന്നൊന്ന് സംസാരിക്കാൻ കൊള്ളാം. പക്ഷേ കോടതിയിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് ഇങ്ങനെയൊന്നും അല്ല. അതും കൂടെ മനസ്സിലാക്കിക്കോ. തെളിവെന്ന് പറയുന്ന ഒരു കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ. ആ തെളിവില്ലാത്ത പക്ഷം വെറുതെ വന്നിരുന്ന് വായിട്ടലച്ചിട്ട് ഒരു പ്രയോജനമില്ല ഒരു മനുഷ്യരും. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് അതിന് ശിക്ഷ കിട്ടും. അതിനകത്ത് വേറെ യാതൊരു മാറ്റവും ഇല്ല. ഇനിയിപ്പം എത്ര തെളിവുകൾ നശിപ്പിച്ചു, ഇനിയിപ്പോൾ എത്ര കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദിലീപ് എത്ര കാലം ചെന്ന് കഴിഞ്ഞാലും ദിലീപിന് അതിനുള്ളൊരു ശിക്ഷ ദൈവത്തിൻ്റെ കോടതിയിൽ അതിനൊരു വിധി കിട്ടും. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. കർമ്മ എന്ന് പറയുന്നൊരു സാധനം അത് വിശ്വസിക്കുന്നവർക്ക് അറിയാം അതെന്തുമാത്രം തിരിച്ച് ഹിറ്റ് ചെയ്യുമെന്ന്. സോ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, ദിലീപ് നിരപരാധി ആണെങ്കിൽ ഒരു സൈഡാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ദിലീപിന് നഷ്ടപ്പെട്ട ഇത്രയും വർഷം, ദിലീപിൻ്റെ കരിയർ, ഇതൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ദിലീപ് നിരപരാധി ആണെങ്കിൽ? ഇല്ലല്ലോ. എന്നാൽ അതേപോലെ തന്നെ അതിജീവിതയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് നീതി കിട്ടിയെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇതിനകത്ത് മെയിനായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള 6 പേര് ഓൾറെഡി ശിക്ഷിക്കപ്പെട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ ശിക്ഷ ഇനി എത്ര വർഷമാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ 6 പേരെയും വെറുതെ വിട്ടിട്ടില്ല. ഈ 6 പേരെയും വെറുതെ വിട്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഭയങ്കര രീതിയിൽ പ്രതികരിക്കാം. ഇതിപ്പം ദിലീപിനെ മാത്രം എങ്ങനെയെങ്കിലും അകത്താക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.